السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലൂടെ വന്നിരുന്ന ഒരു പോസ്റ്റുണ്ട്. ഷെയ്ഖ് സാലിഹ് അസ്-സുഹൈമി ഹഫിളഹുല്ല ഇവിടെ ഒരു സംസാരം, അത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആക്കിയിട്ട് പോസ്റ്റ് വന്നിരുന്നു. എന്താണ്? നിശ്ചയമായും ഏതൊരുവനാണോ റുഖിയ ഒരു തൊഴിലാക്കിയത് അവൻ മുബ്തദി ആകുന്നു. യാനി ബിദ്അത്ത് തുടങ്ങിയവൻ, ബിദ്അത്ത് പിൻപറ്റിയവൻ, ബിദ്അത്ത് തുടങ്ങിയവൻ, ബിദ്അത്ത് ചെയ്യുന്നവനാണ്. കാരണം അത് സലഫുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം നിശ്ചയം ഈ പ്രവൃത്തി സലഫുകളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് റുഖിയ പ്രൊഫഷനായി സ്വീകരിക്കുന്ന, റുഖിയ ചെയ്യുന്ന ആളുകളെ മുബ്തദിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോസ്റ്റർ. ഇത് കൊണ്ടുവരുന്നത് ജിന്ന് ശരീരത്തിൽ കയറൂല, സിഹിർ ഏൽക്കൂല, കണ്ണേൽക്കൂല എന്ന് പറയുന്ന മടവൂരികളും, അതൊക്കെ ഏൽക്കാം, അതിന് റുഖിയ അത് ഏറ്റവും ഏറ്റിട്ടില്ലേ എന്ന് തിരിച്ചറിയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിക്ക് അല്ലാതെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി ഇന്ന് മരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് അതിന് ചികിത്സയില്ല എന്ന് പറയുന്ന KNMന്റെ ഔദ്യോഗിക വിഭാഗവും, അതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതിന് ചികിത്സയുണ്ട്, അത് ചികിത്സ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കണമെന്നില്ല. അങ്ങനെ ചികിത്സിച്ചാൽ അത് ചികിത്സാ സെൻ്ററായി എന്ന് പറയുന്ന ആൾക്കാരും ചികിത്സിക്കുന്നവരും, ചികിത്സയിൽ തന്നെ ചെയ്തവർ പുറത്തേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ചികിത്സ ഉണ്ടല്ലോ, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ചികിത്സ അംഗീകരിച്ച് ചികിത്സിക്കുന്നു എന്ന് പറയുന്ന ആളുകളും ഒക്കെ കൊണ്ടുവരാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള വസ്വാസുകൾ തീരും. മാത്രമല്ല, ഇതിപ്പോൾ ഫേസ്ബുക്കിൽ ഒന്ന് പോയി ഇപ്പോൾ വാട്സപ്പിലൂടെ നമ്മളെ ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്ന് രണ്ട് വശങ്ങൾ കാര്യങ്ങൾക്ക് പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ്, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശബ്ദം, ഈ ഷെയ്ഖിൻ്റെ ശബ്ദം ഇവിടെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. ആവശ്യമില്ല, ഇതിൻ്റെ മെസ്സേജ് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. വാസ്തവത്തിൽ റുഖിയ പിശാച് ബാധയും സിഹിറും കണ്ണും ശാരീരിക അസുഖവും എല്ലാം സുന്നത്ത് സ്ഥിരപ്പെട്ടതാണ്. അതിനുള്ള റുഖിയയും സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ റുഖിയ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും റസൂൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചതും, ചെയ്തു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. അതിന് പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് സഹാബിമാർ. പ്രതിഫലം വാങ്ങിയതിൽ നിന്ന് റസൂലും ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ട്. റസൂൽ തന്നെ പിശാച് ബാധയുള്ള കേസ് സന്ദർഭത്തിൽ ചികിത്സിച്ച് അതിന് ഫലം കണ്ട് അതിന് പ്രതിഫലം കിട്ടിയത് റസൂൽ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ് ഇതിൻ്റെ വാസ്തവം. മുസ്ലിം അയിമ്മത്തിൽ ആരും തന്നെ റുഖിയക്ക് പ്രതിഫലം വാങ്ങുക എന്നുള്ളതിനെ ഇൻകാർ ചെയ്തിട്ടില്ല. ഇനി അടുത്ത ഒരു വശം അതിലുള്ളതെന്ന് വെച്ചാൽ, റുഖിയ അതൊരു പ്രൊഫഷനായി സ്വീകരിക്കരുത്, അല്ലെങ്കിൽ ചില ആളുകൾ അതിനായിട്ട് നിൽക്കരുത്, അല്ല അതിനായിട്ടുള്ള ചില സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഉണ്ടാവരുത്. എല്ലാവരും ചെയ്യാം, ശരി, നോ പ്രോബ്ലം, എല്ലാവരും ചെയ്യാം, ചെയ്തോളൂ. പക്ഷേ എല്ലാവർക്കും എല്ലാ കേസും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല, ഒരു സംശയമല്ല. നിങ്ങൾ ആരായിട്ടും കാര്യമില്ല. പ്രസംഗിക്കാൻ 4 മണിക്കൂർ 5 മണിക്കൂർ തുള്ളി വെള്ളം കുടിക്കാതെ നിങ്ങൾ പ്രസംഗിക്കും. പക്ഷെ ചിലപ്പോൾ ചികിത്സ അത് ചെയ്തന്മാർ ഹാജറാകുമ്പോൾ അത് പരിചയമുള്ളവരെ കഴിയുള്ളൂ, അതില്ലാത്തവന് കഴിഞ്ഞോളന്നില്ല, ആരായിട്ടും കാര്യം. അതുകൊണ്ട് ഇവിടെ
ഇത്തരം ഒരാളുകൾ, ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ആളുകൾ ഉണ്ടാവരുത്, അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടാവരുത്. അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടാവുക എന്നുള്ളത് ബിദഅത്തായിട്ട് വരും എന്നാണ് ഈ ഷെയ്ഖിന്റെ വാക്കുകളിലുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ, ആസ് റിഗാർഡ്സ് ദ ക്വസ്റ്റ്യൻ ഈസ് എക്സോർസിസം യാനി റോക്കിയ ഇസ്ലാമികമാണോ എന്നൊരു ചോദ്യം, റോക്കിയ ഇസ്ലാമികമാണോ എന്നുള്ള ചോദ്യം അദ്ദേഹം വിശദീകരിച്ചു വരാം. തുടക്കത്തിൽ അദ്ദേഹം പറയാം, ഇറ്റ് ഈസ് എ ഫാക്ട് എമംഗ് ദ മോസ്റ്റ് നോബിൾ ഡീഡ്സ്. ഇത് മഹത്തരമായ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് റോക്കിയ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് എമംഗ്സ് ദ ഡീഡ്സ് പെർഫോംഡ് ബൈ പ്രോഫറ്റ്സ്. പ്രവാചകന്മാർ ചെയ്ത കർമ്മങ്ങളിൽപ്പെട്ടതാണ്. ആൻഡ് ദ റൈറ്റിയസ്, മുത്തഖീങ്ങളായിട്ടുള്ള പൂർവികരായിട്ടുള്ള മുത്തഖീങ്ങളായിട്ട് ചെയ്ത കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഹു ഹാവ് കണ്ടിന്യൂലി റിപ്പൽഡ് ദ ഡെവിൽസ് ഫ്രം ദ മാൻകൈൻഡ്. പിന്നെ മനുഷ്യന്മാരിൽ നിന്ന് ശൈത്താന്മാരെ പുറത്തിറക്കിയിരുന്ന മുത്തഖീങ്ങൾ പ്രവാചകന്മാർ ചെയ്ത കർമ്മങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് പറയാണ്, ഈസാ നബി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികളും കൊണ്ടുവന്നിട്ട് ഈസാ നബി ചെയ്തിട്ടുണ്ട്, അതുപോലെ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത 3 ഹദീസുകൾ അവിടെ വിശദീകരിച്ചിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഏതാനും പേജുകൾ വിശദീകരിച്ചതിന് ശേഷം വീണ്ടും പറയുന്നതാണ്, സപ്പോസ് സങ്കല്പിക്കുക, ദാറ്റ് ദീസ് ഇൻസിഡൻസ് വെർ നോട്ട് നരേറ്റഡ് ഫ്രം ദ പ്രോഫറ്റ്സ്. റസൂലിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ നമുക്ക് വന്നു കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ആൻഡ് ദ പ്രോഫറ്റ്സ് ബിഫോർ ഹിം, അല്ലെങ്കിൽ മുമ്പുള്ള പ്രവാചകന്മാരിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഡ്യൂ ടു ദെയർ ഇനാബിലിറ്റി ഓഫ് ദി ഡെവിൾസ് പൊസസ്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ചെയ്തവർക്ക് ഇവരുടെ എന്ന് പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ കൂടുതൽ ആളുകൾക്കൊന്നും ഉപദ്രവം ഏൽപ്പിക്കാൻ ചെയ്തവർക്ക് കഴിയില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല വിചാരിക്കുക. അതല്ലെങ്കിൽ അത്ര സംഭവം നടന്നു നമുക്ക് വന്നു കിട്ടിയില്ല, നമുക്ക് റിവായത്ത് കിട്ടിയില്ല, നമുക്ക് വിവരം കിട്ടിയിട്ടില്ല വിചാരിക്കുക. എങ്കിൽ പോലും ഇന്ന് പിശാചുക്കൾ വാദിക്കുന്നുണ്ട് ആളുകളെ. ഇന്ന് എത്ര സംഭവങ്ങളുണ്ട്. Allah and his messenger, Allahum Rasulum, have still enjoyed aiding the oppressed, മർദ്ദിതനെ സഹായിക്കുക, റിലീവിംഗ് ദ ഡിസ്ട്രെസ്, ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കുക, ആൻഡ് ബെനിഫിറ്റിംഗ് ദ മുസ്ലിംസ്, മുസ്ലിങ്ങൾക്ക് നന്മ ചെയ്യുക. ആൾ ഓഫ് ദം വിച്ച് ഇൻക്ലൂഡ്സ് എക്സോർസിസം. ഈ എല്ലാത്തിലും റുഖിയ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഉൾപ്പെടുന്നു. അപ്പോൾ റുഖിയ ചെയ്തതായിട്ട് തന്നെ ശൈത്താന്മാർക്ക് ചികിത്സിച്ചത് ചിന്നും സിഹറും മസ്സും ഹസദും ആക്കതും അയിനൊന്നും ഉണ്ടാകുമ്പോൾ ചികിത്സിച്ചതായിട്ടുള്ള സംഭവങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇന്നത് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ചികിത്സിക്കുക എന്നുള്ള, മുസ്ലിങ്ങൾക്ക് നന്മ ചെയ്യുക, മർദ്ദിതനെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ള ദീനിന്റെ അടിസ്ഥാന കൽപ്പനകളിൽ പെടുന്നു. മനസ്സിലുണ്ടതിന്റെ ആഴം. ഇനി ഷെയ്ഖ് സ്വാലിഹ് ഫൗസാനോട് റുഖിയ ക്ലിനിക്ക് തുടങ്ങുക, ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്ക് തുടങ്ങുന്നതിനെ കുറിച്ച് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണെന്നറിയോ? വാട്ട് ഡു യു തിങ്ക് ഓഫ് ഓപ്പണിംഗ് എ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക് ഫോർ റുഖിയ ട്രീറ്റ്മെന്റ്? റുഖിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്ക് തുടങ്ങുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ പറഞ്ഞു, ദിസ് ഷുഡ് നോട്ട് ബി അലൗഡ്. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഇറ്റ് വിൽ ഓപ്പൺ ദ ഡോർ ഫോർ ടെംപ്റ്റേഷൻ ആൻഡ് ചീറ്റിംഗ്. അത് വഞ്ചനക്കും എന്താ പറയുക ഫിതനക്കും ആളുകളെ വഞ്ചിക്കുക എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെത്തും. ബിസൈഡ്സ് മാത്രമല്ല, ദ റൈറ്റസ് സലഫ് നെവർ ഡിഡ് സച്ച് തിങ്സ്. പൂർവികരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള റുഖിയ ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടില്ല. ആൾസോ എക്സ്പാൻഷൻ ഓഫ് ദി ക്ലിനിക്ക് തുടങ്ങി ഒരു റുഖിയ എന്നുള്ള ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്നതിലേക്ക്, ക്ലിനിക് ഓഫ് ദാറ്റ് ടൈപ്പ് വുഡ് be a source for evil and corruption because the unqualified and the greedy will be attracted. അങ്ങനെ ഒരു ക്ലിനിക്ക് നിലവാരത്തിലേക്ക് എത്തുക എന്നുള്ളത്, ഒരു ക്ലിനിക്ക് നിലവാരത്തിലേക്ക് എന്നുള്ളത് അൺക്വാളിഫൈഡ് അല്ല, യോഗ്യതയില്ലാത്ത ആളുകൾ അത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ അതിൽ പ്രവേശിക്കും. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, യോഗ്യത ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞത് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ പറഞ്ഞത് യോഗ്യതയുള്ള ആളുകളുണ്ട്, യോഗ്യതയുള്ള ആളുകളാൽ മാത്രം ചെയ്യേണ്ട ചില സംഗതികളാണ്. ഇതെന്ന് മനസ്സിലാക്കുക, ചുരുങ്ങിയത് അധികം മനസ്സിലാക്കുക. 2, അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബിസിനസ് ആക്കി മാറ്റും. സച്ച് പീപ്പിൾ വിൽ ആൾസോ ട്രൈ ടു ആഡ്, കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ്, പരസ്യം കൊടുക്കുക, അതുവരെ അസാൻമാർഗികമായിട്ടുള്ള മാർഗത്തിലൂടെ കസ്റ്റമേഴ്സിനെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ആക്കി മാറ്റും. To defend such a business by saying that the Raqi in charge is a righteous man is unacceptable. അങ്ങനെ
മുത്തക്കിയായിട്ടുള്ള റാഗി ആണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, ഒരു ബിസിനസ് നിലവാരത്തിലേക്ക്, റോക്കിയ ക്ലിനിക് നിലവാരത്തിലേക്ക് അത് വരരുത്. ഈവൻ ഇഫ് ദ റാക്കി ഈസ് ലീഗലി റിയലി റൈറ്റിയസ്, ഓപ്പണിംഗ് ദ ഡോർ ഓപ്പണിംഗ് ദാറ്റ് ഡോർ ഷുഡ് നോട്ട് ബി അലൗഡ്. റാഖി മുത്തക്കിയാണെങ്കിൽ പോലും ഈ വാതിൽ തുറന്ന് കൊടുക്കരുത്. ഇതാണ് ഷെയ്ഖ് സ്വാലിഹ് ഹുസൈൻ റോക്കിയ ക്ലിനിക്കിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഷെയ്ഖ് സ്വാലിഹ് ഹുസൈൻ തന്നെ റോക്കിയ റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, അത് ചെയ്തു കൊടുക്കണം, ആർക്കാണോ കഴിയുന്നത് അവന് ചെയ്തു കൊടുക്കണം. ഇത് എവിടെ വെച്ച് ചെയ്യുക, എവിടെ വെച്ചും ചെയ്യാം. പള്ളിയിലാവാം, നല്ല അവനവൻ്റെ വീട്ടിലാവാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്താവാം, അല്ലെങ്കിൽ എവിടെയാവാം. മനസ്സിലായില്ലേ? അപ്പോൾ റോക്കിയ ഇല്ലാതാക്കാൻ വേണ്ടി, റോക്കിയ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ആളുകൾ അത് അസ്ഥാനത്ത് ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഇനി മാത്രമല്ല, ഇമാം അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് സഹീഹ് എന്ന പുസ്തകത്തിലെ സമാഹാരത്തിൽ 2918 നമ്പർ ഹദീസ് വിശദീകരിക്കുന്നു. യാ ഷൈത്താൻ ഉഖ്റജ് മിൻ സദ്രി ഉസ്മാൻ ഇബ്നു അബി ആസിന്റെ റസൂല് നെഞ്ഞത്തടിച്ചുകൊണ്ട് ചികിത്സിച്ച സമയത്ത് യാ ഷൈത്താൻ ഉഖ്റജ് മിൻ സദ്രി ഉസ്മാൻ എന്ന് പറഞ്ഞ, എന്നിട്ട് 3 തവണ അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഹദീസിൽ വിശദീകരിച്ചുകൊണ്ട് രോഗികളെ ചികിത്സിക്കുന്ന സമയത്ത് ശക്തമായി അടിക്കുന്നതിനെ ശക്തമായി എതിർത്തു ഇമാം അൽബാനി. മാത്രമല്ല, അത്തരം ആളുകൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ട് പലയിടത്തും മരിച്ചിട്ടുണ്ട് എന്ന് പോലും അവിടെ എഴുതി വെച്ചിട്ട്, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് അത്തരം ആളുകളോട് പറയുവാനുള്ളത്, ആരോട്? ചികിത്സിക്കുന്ന ആളുകളോട് നിങ്ങൾ പറയാനുള്ളത്, ഞാൻ അൻസഹും, ഞാൻ അവരെ നസീഹത്തോടു കൂടി പറയുകയാണ്, നസീഹത്ത് പറയുകയാണ്. ഇനിസ്തമറു ഫീ മിഹ്നതിഹിം, നിങ്ങൾ ആ ജോലിയിൽ തുടരുകയാണെങ്കിൽ, ആ പ്രൊഫഷനിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ, അല്ലാ യസീദു ഫി മുഖാത്തബത്തി, നിങ്ങൾ ശൈത്താന്മാരോടുള്ള സംസാരം കൂടുതലാക്കരുത്. ഏത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റജ് യാദുവല്ലാ എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സംസാരിക്കരുത്. അതാണ് നിങ്ങൾ ഈ പണിയിൽ തുടരുന്ന ആളുകൾ, ഈ പ്രൊഫഷനിൽ തുടരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഇവൻ അൽബാനിയും ഇവിടെ എന്ത് ചെയ്തില്ല, അതൊരു പ്രൊഫഷൻ ആക്കി അതിനെ വിദഗ്ധാക്കി താറടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നർത്ഥം. ഇനി ഷെയ്ഖ് മുനജിദിനോട് ഇതേ വിഷയത്തിൽ ഒരു ക്ലിനിക്കിനെ കുറിച്ച് തന്നെ ചോദിച്ചു. റുക്കിയ ഹിജാമ ചെയ്യാൻ വേണ്ടിയുള്ള റുക്കിയ ചെയ്യാനൊക്കെ ഉള്ള ക്ലിനിക്കിനെ കുറിച്ച് ചോദിച്ചു. മാത്രമല്ല, ഞാൻ ചോദ്യകർത്താവ്, ഞാൻ ദാവത്ത് നടത്തിയിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ദാവത്താണ് ചെയ്യുന്നത്, പല ആളുകളും ഇത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളൊരു വ്യക്തമായ ആൻസർ തരണം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ആസ് റോക്കിയ ഈസ് പെർമിസിബിൾ, റോക്കിയ ദീനിൽ അനുവദിച്ചത് കൊണ്ടും, ആൻഡ് ഇറ്റ് ഈസ് പെർമിസിബിൾ ടു റിസീവ് ദ പേയ്മെന്റ് ഫോർ ഇറ്റ്, അതിനു വേണ്ടി പ്രതിഫലം വാങ്ങുക എന്നുള്ളത് ദീനിൽ അനുവദിച്ചത് കൊണ്ടും ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് വെദർ ദാറ്റ് ഈസ് ഇൻ യുവർ ഹോം ഓർ ഇൻ എ റെന്റഡ് പ്ലേസ്. നീ വാടകയ്ക്കെടുത്ത സ്ഥലത്താണോ നിന്റെ വീട്ടിലാണോ എന്നതിന്റെ വ്യത്യാസമില്ല, അല്ലെങ്കിൽ മറ്റൊരു സെപ്പറേറ്റ് പ്രൈവസി മറ്റൊരു സ്ഥലത്താണോ എന്ന് ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ്. അത് ദീനിൽ സ്ഥിരപ്പെട്ടത്. സോ ആസ് ടു റിവാർഡ് ഓഫ് ദ ഹാർഡ്ഷിപ്പ് ഫോർ ദ ഫാമിലി. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പിന്നെ വീട്ടിലുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാവുന്ന വീട്ടിൽ വെച്ചിട്ട് ചികിത്സ ചെയ്യുന്നത്. ദർ ഇസ് നോ ബേസിസ് ഫോർ ദോസ് ഹൂ ഒബ്ജക്റ്റ്. ഇതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. ആരുടെ? സെലഫുകൾ അങ്ങനെ ചെയ്തിട്ടില്ല, സെലഫുകൾ ക്ലിനിക്ക് തുറന്നിട്ടില്ല, സെലഫുകൾ പിന്നെ ഒരു റുഖിയ പ്രൊഫഷനായി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുന്ന ആളുകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. സിൻസ് ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് ദ ജോബ് ഈസ് പെർമിസിബിൾ, ആ ജോലി അനുവദിച്ചതാണ്, സുന്നത്തിന് അനുവദിച്ചതാണ്. ആൻഡ് ദാറ്റ് ബീയിങ് പെയ്ഡ് ഫോർ ഇറ്റ് ഈസ് പെർമിസിബിൾ, അതിന് പ്രതിഫലം വാങ്ങുക എന്നുള്ളതും ഇതാണ്. ദ വ്യൂ ഓഫ് ദാറ്റ് ദി പ്രൊഫഷൻ ഈസ് ഹറാം ഈസ്, ഈ പ്രൊഫഷൻ ഹറാമാണ് എന്നുള്ളത്. ഇപ്പം ഈ ജോലി ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുക എന്നുള്ളതും റുഖ്യ ചെയ്യുക എന്നുള്ളതും അതിന് പ്രതിഫലം വാങ്ങുക എന്നുള്ളതും അനുവദിച്ചത് കൊണ്ട് അത് ഒരു പ്രൊഫഷനായി സ്വീകരിക്കുക എന്നുള്ളത് പാടില്ല എന്ന് പറയുന്ന ആളുകൾ അജ്ഞതയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ഇവിടെ പ്രസക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇമാം സഹീൽ ബുഖാരിയിലെ ഒരു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആര്? ഷെയ്ഖ് മുനജിദ്. അതിലെന്താ ഹദീസിന്റെ പേര്? കിതാബുൽ ഇജാറ, പ്രതിഫലം വാങ്ങുക, ദ ബുക്ക് ഓഫ് എംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുക എന്ന ഗ്രന്ഥത്തിൽ
ചാപ്റ്റർ 1 എന്താ കൊടുക്കുന്നത് വെച്ചോ, ഓപ്പണിംഗ് ദ ബുക്ക് ഓഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ഫാത്തിഹ ഓതിക്കൊണ്ട് റുഖിയ ചെയ്തു എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ച ശേഷം ഇബ്ൻ അബ്ബാസ് നരേറ്റഡ് ഫ്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഇബ്ൻ അബ്ബാസ് ഉദ്ധരിച്ച ഒരു ഹദീസാണ് അവിടെ ഉള്ളത്. എന്താ? ദ മോസ്റ്റ് ഡിസേർവിംഗ് തിങ്, ഏറ്റവും അർഹതപ്പെട്ടത്, ഫോർ വിച്ച് യു റിസീവ് പേയ്മെന്റ്, നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങുവാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്താണ്? കിതാബ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ബുക്ക്, കിതാബ് പരിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങുവാൻ ഏറ്റവും അർഹതപ്പെട്ടത് അള്ളാഹുവിൻ്റെ കിതാബാണ് കേട്ടോ. സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് there is nothing wrong, മുനജിദ് പറയുന്നത്, there is nothing wrong with you opening a clinic, ഒരു ക്ലിനിക്ക് തുറന്നോ, to treat the people with റുഖിയ and cupping, റുഖിയയും ഹിജാമയും ചെയ്തോ, ആസ് സ്റ്റേറ്റഡ് ഇപ്പോൾ നീ പറഞ്ഞതുപോലെ. ഈവൻ ഇഫ് യു ഫൈൻഡ് അതർ, നിനക്ക് മറ്റു വല്ല ജോലികൾ കിട്ടുകയാണെങ്കിൽ, വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, മറ്റു ജോലികൾ കിട്ടുകയാണെങ്കിലും ആ ജോലിയും ഈ ജോലിയും കൂടെ ചെയ്തോ, എന്നാലും ഇത് വിടല്ലേ. കാരണം ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട്, ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം കിട്ടും. ഇതാണ് ഇതിൻ്റെ ബേസ്, ഇതാണ് ഇതിൻ്റെ ബേസ്. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ പറഞ്ഞ ചില പോയിന്റ്സുകൾ എന്താ? അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അതിൽ വരും, 2 പണക്കൊതിയന്മാർ അതിൽ വരും, 3 കസ്റ്റമേഴ്സിനെ ക്യാൻവാസിങ് അത് വരും. അതുകൊണ്ട് അതെന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു ഡോറായി അവർ തുറന്നു കൊടുക്കരുത്, മനസ്സിലല്ലേ? അപ്പോൾ ആ ഫിത്നകൾ അവിടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അങ്ങനെ ബുക്ക് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് ഷെയ്ഖ് സാലിഹ് മുനാജിദ് സംസാരിച്ചത്. എന്താ? ഇതുകൊണ്ട് ഒരുപാട് ആൾക്ക് ഹൈറ് കിട്ടും, പിന്നെ ദാവത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്, ചോദ്യാർത്ഥവിനോട് പറയാണ്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് മറ്റു ജോലി ഉണ്ടെങ്കിൽ പോലും ഇത് നീ തുടരണം, കാരണം ഇതുകൊണ്ടുള്ള ഹൈറുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എവിടേക്കാണ് ഇതിൻ്റെ നീക്കം? ഒരു ക്ലിനിക്ക് തുറന്നാൽ അതെവിടെയാണ് നീങ്ങുക, എങ്ങനെ രീതിയിലാണ് പോവുക എന്നുള്ളത് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ റുഖിയ ക്ലിനിക്ക് പ്രൊഫഷണൽ സെക്രട്ടറി മുബത്തദിയാണെന്ന് 3 വട്ടം ആവർത്തിച്ച് പറയുന്ന ഷെയ്ഖ് പറഞ്ഞു. ഇതൊക്കെ എന്താ വെച്ചാൽ അത്രയേ ഉള്ളൂ ഈ ഷെയ്ഖ്, അത് വേറെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ, ആളാരായിക്കോട്ടെ, ഇല്ലേ? ഒരു വ്യക്തമായ ഉൾക്കാഴ്ച ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. പ്രത്യേകിച്ച് റുഖിയ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഷെയ്ഖ് റബീബിന് ഹാദിൽ മദ്ഖലി, ഇമാം അൽബാനി റസൂൽ വെള്ളത്തിലോതി എന്ന ഹദീസ് ഇമാം അൽബാനി ലൈഫാന്ന് പറഞ്ഞു, കണ്ണടച്ചുകൊണ്ട് പൂർവികർ മുഴുവൻ ഇജ്മാൻ അവലംബിച്ച ഹദീസ് ഇമാം അൽബാനി ലൈഫാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇമാം അൽബാനി എന്ത് പറഞ്ഞാലും അത് എന്ന് പറയുന്ന വിഴുങ്ങുന്ന ആളായതുകൊണ്ട് ഷെയ്ഖ് റബീ എന്ന് പറഞ്ഞു വെള്ളത്തിലോതാൻ പാടില്ല എന്ന്, അല്ലേ? ഒരു ഉൾക്കാഴ്ചയില്ലാതെ അതാര് 10 കൊടുത്താലായിക്കോട്ടെ, അതാ 10 അതാ നിലവാരത്തിൽ കണ്ടാൽ മതി, മനസ്സിലായില്ലേ? പൂർവികരായിട്ടുള്ള ആളുകൾ എങ്ങനെ കാര്യങ്ങൾ നോക്കി എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരം ആളുകൾ ഏതൊരു വിഷയത്തിൽ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ആരും ചെറുതാക്കാൻ വേണ്ടി കൊച്ചാക്കാൻ വേണ്ടി പറയില്ല. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നണ്ട, അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ 100 കണക്കിന് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ പ്രത്യേകം എന്താണെന്നറിയോ? ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ ലൈസൻസ് വേണം ചികിത്സിക്കുവാൻ. അത്തരം ആളുകൾക്ക് അഖീദയും മനഹജും ക്ലിയറുള്ള സൗദികൾക്ക് മാത്രമേ കൊടുക്കൂ ആ ചികിത്സാ സെൻറ്റർ. അത്തരം ആളുകൾ ബോർഡ് വെച്ചിരിക്കണം. ആ ബോർഡിൽ അവരുടെ നിർബന്ധമായിട്ടും അവരുടെ ലൈസൻസ് നമ്പർ കാണിച്ചിരിക്കണം. മാത്രമല്ല സംസം വെള്ളം മക്കയിൽ നിന്ന് സംസം വെള്ളം, ഖുർആൻ ഓതിയ സംസം വെള്ളം പാക്ക് ചെയ്തത് ഫ്രീ ആയിക്കൊണ്ട് ഇത്തരം ചികിത്സാ സെൻറ്ററുകളിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചികിത്സാ സെൻറ്റർ വഴിയാണ് അവർ വിതരണം ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലും സ്റ്റോറിലും പിന്നെ ബഗാലയിലും എല്ലാം ഇവിടെ കിട്ടുന്നത്, മനസ്സിലായില്ലേ? ഖുർആൻ ഓതിയ വെള്ളം മക്കയിൽ നിന്ന് ഖുർആൻ ഓതിയ സംസം വെള്ളം സ്പെഷ്യൽ അതിനായിട്ടുള്ള അതിൻ്റെ ലാബിൽ പ്രത്യേകം അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ചികിത്സാ സെൻറ്ററുകൾ വഴിയാണ് അത് അവർ വിതരണം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പൂർവികർ ചെയ്തിട്ടില്ല, സലഫുകൾ ചെയ്തിട്ടില്ല. പറയുന്നേട്ട വെള്ളം ഒന്ന് ചെയ്യുന്ന പരിപാടികൾ മുഴുവൻ സലഫുകൾ ഇല്ല. ഇവിടെ സുന്നത്ത് എന്താണ്, ആദത്ത് എന്താണ് എന്ന് മനസ്സിലായവർ ചില വിഷയം, പ്രത്യേകിച്ച് റുഖിയ വിഷയത്തിൽ അത് ഷെയ്ത്താൻ്റെ ഫീൽഡാണ്. അവിടെ ആളുകൾ കണ്ണടച്ച് ഫത്വ കൊടുക്കുക എന്നുള്ളത് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ആരും അവിടെ എന്തൊരു കണ്ണടച്ചൊരു ഫത്വ കൊടുക്കലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ദേഷ്യം തീർക്കുന്ന പരിപാടി ഈ ഷെയ്ഖ് നമ്മളെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ദേഷ്യം തീർക്കുന്ന പരിപാടി അവിടെ കാണാൻ മനസ്സിലാവും. അപ്പോൾ
ഇപ്പം തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠം ആക്കാനുള്ള തഹ്ഫീദുൽ ഖുർആൻ്റെ സെൻറ്ററുകൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു സലഫ് ചെയ്തിട്ടുണ്ട് സെൻറ്റർ നടത്തിക്കണം. ആ സെൻറ്റർ നടത്തിൻ്റെ പ്രത്യേകത എന്താ? വിദ്യാർത്ഥിനവിടെ പഠിപ്പിക്കാനുള്ള പൈസ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും, ഫീസ്. അവന് ഈ അധ്യാപകനുള്ള ശമ്പളം ആ ഫീസിൽ നിന്ന്, ഈ സെൻറ്റർ നടത്താനുള്ള ഫീസ്, ചിലവുകൾ ആ ഫീസിൽ നിന്ന്, ഇതൊക്കെ വിദ്യാർത്ഥിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ്. ഒരു സെൻറ്റർ ഇതുപോലെ ആരെങ്കിലും സെൻറ്റർ മുമ്പ് നടത്തിയിട്ടുണ്ടോ? തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയത് പിന്നെ ഇതിനൊക്കെ പൂർവികർ നമ്മളെക്കാൾ കൂടുതൽ ഖുർആൻ പഠിച്ചിരുന്ന ആളുകൾ. പക്ഷെ അവരെങ്ങനെ ചെയ്തിരുന്നത്? അവർ പണ്ഡിതൻ്റെ അടുത്ത് പോകും, പണ്ഡിതൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ പണ്ഡിതൻ്റെ ചിലവിലാണ് താമസിച്ചിരുന്നത്, വിദ്യാർത്ഥിയുടെ ചിലവിലല്ല, പണ്ഡിതൻ്റെ ചിലവിൽ താമസിക്കും. എന്നിട്ട് അവിടുന്ന് ഇൽമു പഠിക്കും, അതുപോലെ ഖുർആൻ പഠിക്കും, പിന്നെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഈ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളുകൾക്ക് ഈ ഖുർആൻ പഠിപ്പിക്കൽ വഴിയാണോ അവർ ജീവിച്ചിരുന്നത്? അല്ല. അവർക്ക് അവരുടേതായ തോട്ടങ്ങളോ പിന്നെ കന്നുകാലികളോ പിന്നെ കൃഷിക്ക് എന്തെങ്കിലും മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ വരുമാനത്തിന് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. അവർ ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് അതിന് പ്രതിഫലം വാങ്ങി അത് ഭക്ഷിക്കുക എന്ന് സലഫുകൾ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് അറിയാത്തതുകൊണ്ട് അല്ല, അവർ ചെയ്തിട്ടില്ല. പക്ഷെ എന്താ ചെയ്യുന്നത്? ജായിസല്ലേ? ജായിസാണ്. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ആരും അതിനെന്ത് ചെയ്യുന്ന ഇൻകാർ ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് തഹ്ഫീദുൽ ഖുർആൻ ജായിസാണ്. പക്ഷെ ഇത് സലഫുകൾ ചെയ്തിട്ടില്ല എന്നുള്ള ഫൂട്ടിങ് കൊണ്ട് എന്തോ ആരും കൊണ്ടുവരാത്തത്. അതുപോലെ ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ, പിന്നെ ദീനിൻ്റെ ശർഈയായിട്ടുള്ള ഇൽമുകൾ പഠിപ്പിക്കുക, പിന്നെ കോളേജുകൾ, അറബി കോളേജുകളിലും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കും. ഇതുപോലെ ഇവർ ചെയ്തിരുന്നു ഇല്ല. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ നടത്തിയിരുന്നു. യൂണിവേഴ്സിറ്റികൾ ദീന് പഠിപ്പിക്കാനുള്ള യൂണിവേഴ്സിറ്റി ഇല്ല. ഒരു ഷെയ്ഖ് ഉണ്ടാവും, ഷെയ്ഖിൻ്റെ കൂടെ പിന്നെ ഇരുന്നിട്ട് വർഷങ്ങളോളം ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ മജ്‌ലിസിൽ ഇരുന്നിട്ട് പഠിക്കും. ഇങ്ങനെ ഇരുന്നായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റി, ഒരു സിലബസ് സമ്പ്രദായം, അതിന് പരീക്ഷാ സമ്പ്രദായം, അതിന് സർട്ടിഫിക്കറ്റ് സമ്പ്രദായം, പിന്നെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? സുന്നത്തിൽ സ്ഥിരപ്പെട്ട സംഗതികൾ ആദാത്തുമായിട്ട്, സുന്നത്തിനെതിരല്ലാത്ത ആദാത്തുകളിൽ ആളുകൾ എന്ത് ചെയ്യും? ആ രീതിയിലൂടെ കാര്യങ്ങൾ നടത്തി വരും. ഈ വിഷയത്തിൽ നമ്മൾ എന്താണ് തൗഖീഫി എന്നുള്ളത് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വേണ്ടവർക്ക് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് സംഗതികൾ ഇതുപോലെ ഉള്ള ഇതുണ്ട്. ഇതിന് നമുക്ക് പറയാനുള്ള സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് എവിടേക്കാണ് അതിന് എത്തുന്നത് നോക്കുക. ഒരു സെൻറ്റർ നിങ്ങൾ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആരെങ്കിലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി ഈ ചികിത്സ കൊണ്ട് നിങ്ങളൊരു ലാഭം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് ഇതിനുള്ള ചിലവോ അതുപോലെ നിങ്ങൾക്ക് ഇപ്പം എല്ലാത്തിനും ഒരു എന്താ പറയുക, മഅറൂഫായിട്ടുള്ള സംഗതികളുണ്ടല്ലോ, മാന്യവും മഅറൂഫുമായിട്ടുള്ള സംഗതി ഒരാളുടെ ഇപ്പം ഒരു അധ്യാപകൻ്റെ ഫീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ അവൻ്റെ ഏതൊരു പ്രൊഫഷനും ഏതൊരു ഒരു നിലവാരമുണ്ട്. അപ്പോൾ ആ സൊസൈറ്റിയിലുള്ള ഒരു നിലവാരത്തിനപ്പുറത്തേക്കുള്ളൊരു ഫീസ് വാങ്ങിക്കൊണ്ടോ പിന്നെ പൈസ വാങ്ങിക്കൊണ്ടോ ഒരു ലാബ് ഉണ്ടാക്കുന്ന ഏർപ്പാടിനോ അത് നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങൾ അള്ളാൻ്റെ കിതാബ് അതിന് ഉപയോഗിക്കുന്നത്, മനസ്സിലല്ലേ? അത് അള്ളാൻ്റെ കിതാബുകൾ ഇതിന് ഉപയോഗിക്കുന്നത്. രണ്ട്, ഇപ്പോൾ അങ്ങനെ നിങ്ങളൊരു വീട്ടിൽ സൗകര്യമില്ല, ഒരു സെൻറ്റർ തുറന്നു. സെൻറ്റർ തുറന്നാൽ ആ സെൻറ്റർ ഒരു ഷെറിലേക്ക് നീങ്ങണേ, ആ സെൻറ്റർ ഹറാമാണ്. ആ സെൻറ്റർ ഹൈറിലേക്ക് നീങ്ങുകയാണെങ്കിലോ ആ സെൻറ്റർ ഹലാലാണ്. അതാണ് അതിൻ്റെ ഹുക്കുമ്. അതല്ലാതെ ചാടിക്കേറിയുടെ മുബത്തതി പറഞ്ഞിട്ട് പിന്നെ 10 കൊടുത്താലും കൊണ്ടേ വലിച്ചെറിയാൻ പറയും. ഒരു സെൻറ്ററുകൾ തുറന്നു, അല്ലെങ്കിൽ ചികിത്സാ സെൻറ്റർ പിന്നെ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിൻ്റെ ഒരു ഭാഗത്തായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ സ്ഥലത്താണ്, അല്ലെങ്കിൽ അങ്ങാടിയിലാണ്, ടൗണിലാണ്, എവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളിയിലാണ്, പള്ളീൻ്റെ തൊട്ടടുത്ത്, അത് നിങ്ങൾക്ക് പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈറാണ്, ദീനിന് നിങ്ങൾക്ക് ഹൈറാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നത്, മുസ്ലിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നത് ദീനത് ഹൈറാണെന്നുണ്ടെങ്കിൽ അത് ഹലാലും, അത് ഷെറാണെങ്കിൽ ഇത് ഹറാമുമാണ്. ഇതാണ് ഇതിൻ്റെ ഹുക്കുമ്. ഇതല്ലേ നിങ്ങളെ സംഘടനയുടെ ഹുക്കുമ്. അപ്പോൾ നിങ്ങൾക്ക് സംഘടന എന്താ? സംഘടന വിഷയത്തിൽ നമ്മൾ കാഴ്ചപ്പാടാതാണ്. നിങ്ങൾ സംഘടിച്ച് നിന്നോ, പക്ഷെ ആ സംഘടന കൊണ്ട് നിങ്ങൾക്ക് ഷെറുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംഘടന ഹറാമാണ്. അതുപോലെ നിങ്ങളെ സംഘടന പിന്നെ ഹൈറാണ്ടാകുന്നുണ്ടെങ്കിലോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ്? ഹലാലാണ്. ഇവിടെ അല്ല ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ബിലാദിൽ കുഫറിലുള്ള ആളുകൾ സംഘടിച്ച് തന്നെ നിൽക്കണം തന്നെ. ബിലാദിൽ കുഫറിൽ കാഫിർ രാഷ്ട്രങ്ങളിലെ ആളുകൾ മുസ്ലിങ്ങൾ സംഘടിച്ച് തന്നെ നിൽക്കണം എന്ന് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സംഘടന വിധത്താണോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ആളുകൾ പടയോട്ടം നടത്തിയപ്പോൾ നമ്മൾ മറുപടി കൊടുത്തിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ചികിത്സാ കേന്ദ്രം, ചികിത്സിക്കുന്ന പ്രൊഫഷൻ എന്നതൊക്കെ ചാടിക്കയറി മുത്തതിയാണ്, ചാടിക്കയറി പിന്നെ സുന്നത്തിയാണ്, സുന്നത്തിൽപ്പെട്ടതാണ് അല്ലാത്തതാണെന്ന് ചാടിക്കയറി ഫത്വ കൊടുക്കരുത്, അത് ഏറ്റുപിടിക്കരുത്. നിങ്ങൾ ഒരു ഉൾക്കാഴ്ചയില്ലാതെ കാര്യങ്ങൾ നീക്കരുത് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രൊഫഷനായി സ്വീകരിക്കുക. ആ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ സെൻറ്റർ തുറക്കുക. അതുകൊണ്ട് ഹൈറാണ്, മുസ്ലിങ്ങൾക്കും ദീനിനും ഹൈറാണെങ്കിൽ അതുകൊണ്ട് ദോഷമില്ല, നിങ്ങൾ ചെയ്തോ.
അതല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയ്ഖ് സാലിഹ് ഹുസൈൻ പറഞ്ഞ ഒരു ഫിത്ന ഉണ്ടാകുന്നുണ്ടെങ്കിലോ ഹറാമുമാണ്. സുബ്ഹാനല്ലാഹ്, ഇതല്ല ഇതിൻ്റെ മാനദണ്ഡം. സഹോദരന്മാരെ, എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അള്ളാഹു ആലം. നിങ്ങൾ പിന്നെ മറ്റൊരു കാര്യം എന്തെങ്കിലും സൂചിപ്പിക്കാനുള്ളത്, ഈ ഫത്വയും ഈ പോസ്റ്ററൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അതേ ആൾക്കാരനെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ആൾക്കാരെ തന്നെ വരും ചെയ്യും. അവർക്ക് ഒരു ചികിത്സാ സെൻറ്റർ പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് ഒരു പ്രശ്നം എതുവരെ പോകും. എന്നിട്ട് പ്രശ്നമില്ലാതെ പിന്നെ ഖുറാഫി വല്ലാമാരടുത്തും ഷിർക്കിൻ്റെ ആൾക്കാരുടെ അടുത്ത് വരെ പോകും. ഈ പോസ്റ്റർ കൊണ്ടുവരുന്ന ആൾക്കാർ, നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമാണ്. നിങ്ങളൊരു കാര്യം പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അതുപോലെ പ്രവർത്തിക്കണം. നിങ്ങൾ റുഖിയ പിന്നെ അനുവദനീയമാണ്, ശൈത്താൻ ബാധക്ക് പറ്റൂല, എന്താണ് നിങ്ങൾ പറയുന്നത്, അവിടെ നിൽക്കണം നിങ്ങൾ. പക്ഷേ ഒരു ഭാഗത്ത് കൂടെ പറയുകയും മറ്റൊരു ഭാഗത്ത് കൂടെ ചികിത്സിക്കാൻ ആളുകൾ സമീപിക്കുകയും ചെയ്യുന്ന ഒരു കാപട്യത്തിൻ്റെ പണി നിങ്ങൾ എടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഖൈർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.